ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങ് ഹെവി ആയിട്ടൊന്നും വർക്കൊന്നും എടുത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് ഒരു 1.25 ഗ്ലാസ് മൈദ ഇട്ടെടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്ന അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലാസ് എടുത്താൽ മതി. അപ്പോൾ 1.25 ഗ്ലാസ് മൈദയിലോട്ട് ഒരു 1/4 ഗ്ലാസ് കൊക്കോ പൗഡറും കൂടി ഇട്ടെടുക്കാം. കൊക്കോ പൗഡർ ഞാനിവിടെ 4 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ ടേബിൾ സ്പൂണിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഇതുപോലെ വടിച്ചിട്ടാണ് ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ അരിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് വേണം ഇത് മാറ്റി വെക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. കുഴിഞ്ഞിട്ടുള്ളൊരു ബൗള്, നനവെല്ലാം തുടച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിസ്ക് വെച്ചിട്ടാണ് നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുന്നതെന്നുള്ളവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നനവെല്ലാം തുടച്ചിട്ട് തന്നെ എടുക്കുക. 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട മാക്സിമം ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 1.25 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല പോലെ പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുട്ടയായിട്ട് അത് ബീറ്റായി കിട്ടും. അപ്പോൾ മൈദ എടുത്ത സെയിം അളവിൽ തന്നെ പഞ്ചസാര പൊടിച്ചതും എടുക്കുക. ബീറ്റർ ഉള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ മിക്സി ഉള്ളവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെ വിസ്ക് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനൊക്കെ. അപ്പോൾ അതിങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ ബീറ്റർ വെച്ചിട്ട് നല്ല പോലെ ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ സൗണ്ടിന് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ, തൊണ്ടയ്ക്ക് എന്തോന്ന് അറിയണില്ല. അപ്പോൾ എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക. ഇതുപോലെ പതഞ്ഞ് ക്രീം പോലെ ആയ ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ്, വളരെ കുറച്ച് മതി കേട്ടോ, ആ മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടി മാത്രം. അതുപോലെ ഒരു 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിലുമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. വെജിറ്റബിൾ ഓയിൽ വീട്ടിലുള്ളവർ വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള കൊക്കോ പൗഡറും മൈദയുടെയൊക്കെ മിക്സ് ഇട്ടുകൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ട കുത്താതെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തിരിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കട്ട കുത്തത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ 3 തവണയായിട്ട് ഇട്ടിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് മിക്സ് ചെയ്തതിലും മേലെ പിന്നെയും മിക്സ് ചെയ്തുകൊണ്ടിരിക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്തുക. ഇതിപ്പോൾ ബാറ്ററി ഇവിടെ ഞാൻ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കല്ലേ. ഇനി ഇത് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് പാൽ ഒഴിക്കുകയാണ്. 1/2 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള പാല് ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൂടോട് കൂടിയിട്ട്, ഇളം ചൂട് മതി കേട്ടോ, ചൂടോട് കൂടി ഒഴിക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ റിച്ച് ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടുന്നതാണ്. നല്ലൊരു മണമായിരിക്കും കേക്കിന്. പിന്നെ മുട്ടയുടെ സ്മെല്ല് കുറക്കാനൊക്കെ ഇത് സഹായകമാവും. വാനില എസൻസ് കറക്റ്റ് അതിൽ ചേർത്താൽ തന്നെ മുട്ടയുടെ മണം മാറിക്കിട്ടും. എങ്കിൽ കൂടിയും നല്ലൊരു മണമാണ് കിട്ടുക. കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനുള്ള ടിന്ന് ആദ്യം ഓയിൽ നല്ല പോലെ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ മൈദപ്പൊടി ഇട്ടിട്ട് കൈ തൊടാതെ കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ ബട്ടർ പേപ്പറിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അതിലോട്ട് ഡയറക്റ്റ് ബാറ്റർ ഒഴിച്ചാൽ മതി. കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ടിന്ന് വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ അലുമിനിയം പാത്രം ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ
ഇഡലിപ്പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഉപ്പാണ്. ഇത് കേക്ക് ഉണ്ടാക്കൽ കഴിഞ്ഞാൽ ചൂടൊക്കെ ആറിയ ശേഷം ഞാനൊരു പാത്രത്തിലിട്ട് അടച്ചു വെക്കും. വീണ്ടും അത് തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് ആവശ്യം. സാധാരണ ചോക്കോ ട്രഫിൾ കേക്കിന് ബട്ടർ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുക. ചോക്ലേറ്റ് ബട്ടർ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുക. ഞാനിവിടെ ബട്ടർ ക്രീം അല്ല, ഇത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നത് ഇതുപോലെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത ശേഷം കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതിൽ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ളത് ഒരു 1.5 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ നിങ്ങളൊരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ഇങ്ങനെ എളുപ്പത്തിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. കേക്ക് ഇവിടെ നല്ലോണം ബേക്ക് ആയിട്ടുണ്ട്. 30 മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ള. 30 മിനിറ്റ് ആയപ്പോഴത്തേനും കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ടിന്നിൽ നിന്നും മാറ്റിയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബട്ടർ പേപ്പർ പോലും വെക്കാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കേക്ക് നല്ല പോലെ ചൂടാറിയ ശേഷം മാത്രം ഫ്രോസ്റ്റിംഗ് ചെയ്യുക. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഫ്ലവർ വരയ്ക്കാനുള്ള ക്രീം വേറെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ക്രീമൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. എനിക്ക് പലപ്പോഴും പറ്റാറുള്ള ഒരു അബദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയർ വെച്ച് കൊടുക്കുക. കേക്ക് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഷുഗർ സിറപ്പിൽ കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സിറപ്പാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നിങ്ങളൊന്ന് നനച്ചു കൊടുക്കുക. പിന്നെ കൊക്കോ പൗഡർ ഷുഗർ സിറപ്പിൽ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിർബന്ധമില്ല. ഞാൻ ഒന്നും കൂടി നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വെറും ഷുഗർ സിറപ്പ് കൊണ്ട് നനച്ചു കൊടുത്താൽ മതി. എല്ലായിടും അത്യാവശ്യം നനച്ചു കൊടുത്തതിന് ശേഷം മാത്രം ക്രീം തേക്കാമെങ്കിൽ അല്ലെങ്കിലേ സോഫ്റ്റാണ്. പുറമേ അത് അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇതുപോലെ 3 ലെയറും ഈസി ആയിട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട സൈഡിലൂടെ ആദ്യം വിപ്പിംഗ് ക്രീം നല്ല പോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ശേഷം മാത്രം മുകളിൽ തേച്ച് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിപ്പോൾ നല്ല പോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. 10 മിനിറ്റ് വെച്ചിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് ഇവിടെ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വരെ എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം, ചൂടാക്കിയിട്ടുള്ള വിപ്പിംഗ് ക്രീമിലോട്ടാണ് ഞാനിങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചൂടായിട്ടുള്ള വിപ്പിംഗ് ക്രീമിലോട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ ചൂടാക്കിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും. ചോക്ലേറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കുക. അപ്പം ഞാൻ കുറച്ച് പൈപ്പിംഗ് ബാഗിലും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് ഇതിൽ കാണിക്കുന്നുള്ളൂ. മാക്സിമം കുറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുകളിൽ മാത്രമേ സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. ശരിക്കും ചോക്ലേറ്റ് റഫിൾ സൈഡിലൂടെയും എല്ലായിടത്തും ഉണ്ടാവും. അതുപോലെ തന്നെ മുകളിൽ വിപ്പിംഗ് ക്രീമൊന്നും അല്ല, കറക്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് വെച്ചിട്ടൊക്കെയാണ് ഡെക്കറേഷൻ ചെയ്യുക. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരികയാണ്. ഇതുപോലെ ഗനാഷ് എല്ലായിടവും ഒന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ നേരത്തെ മാറ്റി വെച്ചില്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വരഞ്ഞെടുക്കാം. ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. ഇൻഡിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി വിപ്പിംഗ് ക്രീമിന് മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷനും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് പൊടിച്ചിട്ടും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
സാധാരണ എല്ലാവരും ഇത് ഉണ്ടാക്കുമ്പോൾ ബട്ടർ മസ്റ്റാണ്. കാരണം ഇതിൽ ബട്ടർ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുക, ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിതിൽ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയതിൽ കൊക്കോ പൗഡർ ഇട്ടിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.